ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ എയ്ഡ് ദ യൂട്യൂബർ ചാനൽ. അപ്പം നമ്മളെന്ന് പറഞ്ഞേക്കുന്നത് നമ്മുടെ ഗൈസ്, എനിക്ക് ചെറിയൊരു പനിയുണ്ട്. അതിൻ്റെയാണ് ചെറിയൊരു വോയിസ് റെക്കോർഡിൻ്റെ ഒരു പ്രശ്നം വരുന്നത്. അതിൻ്റെയാണ് എനിക്ക് ക്ലിയറായിട്ട് പറയാൻ പറ്റാത്തത്. അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ റെട്ടൈലിൻ്റെ അപ്ഡേഷനാണ്. അപ്പോൾ കഴിഞ്ഞ നമ്മുടെ കുഞ്ഞിലുള്ള വീഡിയോസ് കണ്ടാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും അവൻ എത്ര സൈസ് നമ്മൾ കൊണ്ടുവന്നതാണ്. ഇപ്പോഴത്തെ സൈസ് കാണിച്ചാൽ നിങ്ങൾ ഉറപ്പായിട്ട് എന്തായാലും കിട്ടും. അതിന് മുമ്പേ നിങ്ങൾ ഈ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ഈ പണ്ടത്തെ റെട്ടൈലിൻ്റെ വീഡിയോ ആരും കാണാത്തവർ ഒന്ന് കയറി നോക്കുക. അവൻ നല്ല സൈസ് തന്നെ നമുക്ക് മെച്യൂരിറ്റി ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഓസ്കാറും. നല്ല അഗ്രഷനും കാണിക്കുന്നുണ്ട്, നല്ല സൈസും കയറിയിട്ടുണ്ട്. ഇവർ ഇത്രയും പേര് എൻ്റെ കയ്യിലുള്ള ഏറ്റവും നല്ല ആൾക്കാരാണ്. ഞാൻ കുളനടയിൽ നിന്ന് മേടിച്ചപ്പോൾ ഇത്രയും കണ്ടില്ല. കുളനടയിൽ ഒരു ഡിസ്നിയൊക്കെ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് മേടിച്ച ഒരു 50ഓളം മീനുകളും ഡെഡായി പോയതേ ഉള്ളൂ. പക്ഷേ ഈ പന്തളത്തൊന്നും പിന്നെ പെരുമ്പാവൂർ എല്ലാവരും കാണുന്ന കാര്യമാണ് ഏഞ്ചൽ വിങ് ഫിഷ്. അപ്പോൾ അതിനകത്ത് നിന്ന് വരുന്നത് ഞാൻ ഒന്ന് നോക്കിയപ്പോൾ റെട്ടൈലിൻ്റെ കുഞ്ഞ് കിടക്കുന്നു. അപ്പോൾ 2 എണ്ണത്തിനായിരുന്നു എടുത്ത്, ഒരെണ്ണം ഡെഡായിപ്പോയി. അപ്പോൾ ഞാനാണെങ്കിൽ അതെടുത്ത് ഇതുവരെയുള്ള സൈസാണ്. അത് ഡെഡായിട്ടും ഇല്ല, നല്ല സൈസും കയറി. നമ്മുടെ ഓസ്കാറിനെ മേടിച്ചെന്ന് പറഞ്ഞാൽ പന്തളത്തു നിന്നാണ്. പക്ഷേ കഴിഞ്ഞ വർഷം നമുക്കൊരു കുളനടയിലെ ഓസ്കാറിനെ രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റി. അതാണെങ്കിൽ നമ്മുടെ വീട്ടിൽ മേടിച്ചതാണ്. പക്ഷെ അത് രക്ഷപ്പെടുത്തി വന്നപ്പോഴത്തേക്കും അത് ഡെഡായിപ്പോയി ഗൈസ്. എന്താണെന്ന് എനിക്കൊരു പിടിയില്ല ഗൈസ്. എല്ലാവരും മാക്സിമം കുളനടയിൽ നിന്ന് മേടിക്കാതിരിക്കാൻ നോക്കണേ. കാരണം എന്താണെന്ന് വെച്ചാൽ കുളനടയിൽ ഞാൻ കുറേ പ്രാവശ്യം മേടിച്ചിട്ടുണ്ട്. പക്ഷെ ഒരെണ്ണം പോലും നിന്നിട്ടില്ലെന്നേ എന്നെക്കൊണ്ട് പറയാൻ സാധിക്കത്തുള്ളൂ. അവിടുത്തെ റെട്ടയിൽ ഇച്ചിരിയാലും ദിവസം നിൽക്കും, പക്ഷെ ഡെഡായി പോകുന്നുള്ള കാര്യത്തിൽ ഒരു വിഷയവുമില്ല. പിന്നെ ആണെങ്കിൽ നമ്മുടെ ഓസ്കാർ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയി നമ്മുടെ പിള്ളേരെ കാണാം. അപ്പം ഗൈസ്, നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. അപ്പം എല്ലാവരും നമുക്ക് ഫോളോവേഴ്സ് കൂടണം. പനി പിടിച്ചിട്ട് ഞാൻ അങ്ങനെയൊക്കെ വീഡിയോ എടുക്കുകയാണ്. അത് മാത്രമല്ല, എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയതല്ല. പിന്നെ ഞാൻ ഇന്നാണ് വീഡിയോ ഇട്ടത്. അപ്പോൾ അതെൻ്റെ അമ്മച്ചിയുടെ ഒക്കെയാണ് വീഡിയോ ഇട്ടത്. അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതിന് പകരം പനി ആയിക്കൊണ്ട് അമ്മച്ചിയുടെ സഹായമുണ്ട്. 2 കുളമൊക്കെ തുറന്നു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതുണ്ടോ ഗൈസ്, നിങ്ങൾക്കറിയാമോ ഇതെന്താ ഇങ്ങനെ പൂക്കൾ വീഴുന്നതെന്ന്? ഇതേത് പൂവാണെന്നറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇപ്പോൾ നമ്മൾ തുറക്കാൻ പോവാണ്. നമ്മുടെ പിള്ളേരെ കണ്ടല്ലോ ഗൈസ്. നമ്മുടെ ഓസ്കാറിനെക്കാട്ടിലും സൈസ് നമ്മുടെ റെട്ടയിൽ കയറിയിട്ടുണ്ട്. കണ്ടോ ഗൈസ്? ഞാൻ ജസ്റ്റ് ഒന്നില്ല അമ്മച്ചയുടെ കൈ കൊടുത്തിട്ട് അവനെ ഒന്ന് പിടിച്ച് കാണിക്കും. നേരത്തെ എൻ്റെ കൈയുടെ പകുതി പോലും ഇല്ലാത്ത ആളായിരുന്നു. അച്ഛന്ന് പിടിച്ചേ ഗൈസ്. കൈ നനഞ്ഞാൽ പിന്നെ അമ്മച്ചിയുടെ നിന്നും മമ്മിയുടെ നിന്നും ഇല്ലാത്ത വഴക്ക് കേൾക്കണം. അതുകൊണ്ട് തന്നെ ഇത് പൊക്കിയിട്ട് തന്നെ ആക്കി പണി. കണ്ടോ, അവന് ഭയങ്കര ഓട്ടം. അവനറിയാം അവനെ പിടിക്കാനാണ്. ഞാനിങ്ങനെ തുറക്കുന്നേ എന്താണ് വെള്ളം മാറ്റാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതുകൊണ്ട് അവനറിയാം ആശാൻ്റെ വയറെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ നമ്മുടെ ആദ്യം തന്നെ ആളെ പിടിച്ചേക്കാവേ. ആളെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ആളുടെ സൈസ് ഉണ്ടോ? 2 കൈ കൊണ്ട് പൊത്തി പിടിക്കുക, ആ സൈസുണ്ട് ആൾക്ക്. ഇതുണ്ടോ? എൻ്റെ കൈ ഫുള്ളായിട്ട് ആൾ വളർന്നിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഏതെങ്കിലും കറക്റ്റായിട്ടുള്ള പേര് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയണേ. എനിക്ക് ഇവൻ്റെ സൈസുള്ള ആരെയും ഇതുവരെ കിട്ടിയില്ല. വെള്ളമൊക്കെ തെറിപ്പിച്ച് പോകാൻ നോക്കുന്നുണ്ട് ആൾ, പക്ഷേ നടക്കുന്നില്ല. ഇവനാണ് എൻ്റെ കയ്യിലുള്ള ഒരു റെട്ടയിൽ. കഴിഞ്ഞ വർഷത്തെ റെട്ടയിൽ ഡെഡായിപ്പോയി. ഇവൻ വലുതാവുന്നതിൻ്റെ ഒരു സൂചനയാണ് ഈ ബ്ലാക്ക് കളർ വരുന്നത്. അപ്പോൾ ആൾ പോയിട്ടുണ്ട്, ആളെ വിട്ടേക്കാം. ഇനി നമ്മുടെ ഓസ്കാർ. അയ്യോ, ഇതാണ് ഇവൻ്റെ പ്രശ്നം. ഇവനെ എടുത്താൽ പിന്നെ അപ്പം ചാട്ടമായിരുന്നു. കണ്ടോ, കിട്ടത്തില്ല ആളെ. കണ്ടോ ആൾ ഇത്തിരി അലമ്പനാണ്. ഫയർ റെഡാണ് ഏറ്റവും പവറുള്ളത്. ഇവനാണ് ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലുതും. ബ്രീഡിംഗ് പെയർ എന്ന് വെച്ചാൽ ഇതും പിന്നെ മറ്റേ നമ്മുടെ ആൽബിനോ ടൈഗറുമാണ്. ആളുടെ സൈസ് ഞാൻ കാണിച്ചു. നേരത്തെ കൊണ്ടുവന്നപ്പോൾ എൻ്റെ കൈയുടെ ഇത്ര എങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴത്തെ സൈസ് ഉണ്ട്. എൻ്റെ കൈ ഫുള്ളായിട്ട് പിടിക്കാൻ പറ്റും. 2 കൈയൂടെ പിടിച്ചാലേ ഫുള്ളായിട്ട് ആവത്തുള്ളൂ. ഇല്ലെങ്കിൽ ആളെങ്ങനെയും ചടുപ്പും. ആ അവസ്ഥയിലാണ് സൈസ് കയറിയിട്ടുണ്ട്. ഇനി നമ്മുടെ ആൽബിനോ ടൈഗർ ഏറ്റവും ഫസ്റ്റിലത്തെ ആളാണ് ഇവൻ. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബ്ലാക്കിനെ ഫയർ റെഡിനെ എടുത്തത്.
ഇവൻ സൈസിൻ്റെ കാര്യത്തിൽ രണ്ടാമനാണ് ഇവൻ്റെ ടെയിലൊക്കെ കടിച്ചു പറിച്ചെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ട് ഇപ്പോൾ വളർന്നു വരുന്നുണ്ട്. ആൾ നല്ല അഗ്രഷനൊക്കെ ഉള്ള ആളാണ്. പക്ഷെ നമ്മുടെ ബ്ലാക്ക് ടൈഗർ ആണ് അഗ്രഷൻ കാണിക്കേണ്ടത്, പക്ഷെ അവൻ കാണിക്കത്തില്ല. ഇതുണ്ട്, ഇവനാണ് ഞങ്ങളുടെയിലുള്ള അത്യാവശ്യം സൈസുള്ള ആൾ. ഇവനെ കൊണ്ടുവന്നപ്പോൾ തീരെ ചെറുതിലായിരുന്നു, ആൾ സൈസ് കയറിയിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ പിടിച്ചു പിടിക്കാം, ആൾ ചാടിപ്പോവുക. കണ്ടോ സൈസ് ഉണ്ടോ? എൻ്റെ കൈ ഫുള്ളായിട്ട് പിടിക്കാനുണ്ട് ഇവന്. ഇനി നമ്മുടെ ബ്ലാക്ക് ടൈഗർ, ആൾ ഇച്ചിരി ഓട്ടം ഉണ്ട്, പക്ഷേ അലമ്പുണ്ടാക്കത്തില്ല. കണ്ടോ, ഇതാണ് നമ്മുടെ ബ്ലാക്ക് ടൈഗർ. ഇവനെ നമ്മൾ തീരെ ചെറുതിൽ നമ്മുടെ ചിന്നു സക്കോയും പന്തളത്തുനിന്നും എടുത്തതാണ്. ഇവനും അത്യാവശ്യം സൈസ് കയറിയിട്ടുണ്ട്. അപ്പം ഇവർ ഇത്രയും പേരാണ് നമ്മുടെ കയ്യിലുള്ള മോൺസ്റ്റർ കൂട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇനിയും മോൺസ്റ്റേഴ്സിനെ ഇറക്കുന്നതായിരിക്കും. ലൈക്ക് പീകോക്ക് ബാസ്, ജയൻ്റ് ഗൗരാമി, അങ്ങനെയുള്ള എല്ലാവരും ഇറക്കുന്നതായിരിക്കും. അപ്പം എല്ലാവരും വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ചെയ്യണം. വളരെ കഷ്ടപ്പെട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത്. എനിക്ക് പനിയായിട്ടും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തത്. പക്ഷെ ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല റെട്ടയിൽ ഇത്ര സൈസ് കയറുന്നു. കാരണം ഈ ഓസ്കാറൊക്കെ കിടക്കുന്നതുകൊണ്ട് സാധാരണ ഒറ്റക്കിട്ട് വളർത്തുമ്പോഴേ ഇത്ര സൈസ് കയറാറുള്ളൂ. അപ്പോൾ ഇവനെന്തായാലും സൈസ് നല്ല റിസൾട്ട് വന്നിട്ടുണ്ട്. ഇടയ്ക്ക് എൻ്റെ ഫ്രണ്ടൊക്കെ വരാറുണ്ടായിരുന്നു. ആ ടൈമിൽ നിങ്ങൾ കഴിഞ്ഞ വർഷം അവനാണെങ്കിൽ അടിച്ചിട്ട് ഓടിയെന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടില്ലായിരുന്നോ? ആ വീഡിയോയിലെ ആളാണ് എൻ്റെ ഫ്രണ്ട്. അപ്പോൾ അവൻ വരുമ്പോൾ ഇവനെ നോക്കുമായിരുന്നേ. ഒരു കുഞ്ഞിലെ, തീരെ കുഞ്ഞിലെ, ഇപ്പോഴത്തെ ഇവൻ്റെ സൈസ് കൊണ്ട് അവൻ തന്നെ മേടിച്ചു പോയി. ആ സൈസാണ് പോയി. അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. അത് മാത്രമല്ല, എനിക്കിപ്പം പനി ആയിക്കൊണ്ട് അധികം കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നില്ല. ഇന്നലെ തൊട്ട് തുടങ്ങിയ പനിയാണ്. ഗൈസ്, ഈ പനിയില്ലേ, ആവി പിടിച്ചിട്ട് മാറുന്നില്ല. ഇത് മാറാൻ വേണ്ടിയിട്ട് വല്ല വഴിയുണ്ടോ? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എനിക്കിന്ന് ട്യൂഷന് പോകാൻ പറ്റുമോ എന്നറിയത്തില്ല. എനിക്ക് നല്ല പനിയുണ്ട്. എന്നാലും ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആണ്. എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണം. ഞങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ കുറഞ്ഞാണ് വരുന്നത്. നിങ്ങളത് കൂട്ടിത്തരണം, സപ്പോർട്ട് തരണം. അപ്പോൾ ഞങ്ങൾ ഇനിയും പുതിയ അപ്ഡേഷനായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ചെയ്യുക. ഞാനാണെങ്കിൽ ഇനിയും വീഡിയോസ് ഇടും. അത് നമ്മുടെ പുതിയ മോൺസ്റ്റേഴ്സിനെ ഇറക്കുമ്പോഴായിരിക്കും. ഇപ്പം തൽക്കാലം ഞങ്ങളാണെങ്കിൽ ഇവിടെ അധികം നോക്കാൻ ടൈമില്ല, അതുകൊണ്ട് ഇപ്പം എടുക്കുന്നില്ല. എൻ്റെ അപ്പച്ചനും ഒക്കെ വന്നു കഴിയുമ്പോൾ, അപ്പച്ചനുണ്ടല്ലോ ഇവന്മാരെ നോക്കാൻ, അപ്പച്ചനും അമ്മച്ചും എല്ലാവരും ഉണ്ടല്ലോ. അപ്പച്ചൻ തന്നെ പറഞ്ഞു വലിയൊരു പോണ്ട് സെറ്റ് ചെയ്ത് തരാമെന്ന്. അപ്പം ഏകദേശം നമ്മുടെ അവിടം തൊട്ട് ഇവിടം വരെയും കാണും. ഈ തെങ്ങിൻ്റെ ഇവിടം വരെ അവിടം വരെ എങ്കിലും കാണും. അപ്പോൾ അങ്ങനത്തെ ഒരു പോണ്ട് ഇറക്കിയിട്ട് നമ്മളാണെങ്കിൽ നമ്മുടെ ഇവിടെ മോൺസ്റ്റർ ഫിഷസ് ലൈക്ക് ജയൻ്റ് ഗൗരാമി അങ്ങനെയുള്ളവന്മാരെ ഇറക്കുന്നതായിരിക്കും. അതിൻ്റെ അപ്ഡേറ്റഡ് വീഡിയോസും എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്താൽ മതി. അതെല്ലാം ആണെങ്കിൽ ബെൽ ബട്ടനോട് അടിച്ച് പൊട്ടിച്ചേരി ആ സാധനങ്ങളെല്ലാം. ആ ബെൽ ബട്ടനോട് അടിച്ച് പൊട്ടിച്ചാൽ പിന്നെ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങളുടെ ഫോണിൽ തന്നെ മെസ്സേജ് വന്നോളും. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഈസി ആയിട്ട് കാണാനും പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് എടുക്കുന്നത്. തൊണ്ടയ്ക്ക് ഇപ്പം തന്നെ ചെറിയ വയ്യ ആയിട്ടുണ്ട്. നമ്മുടെ പിള്ളേരൊക്കെ ആണെങ്കിൽ നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതായിരുന്നു എന്താ സംഭവം, എന്നെ എന്തോത്തിനാണ് വിളിച്ചതെന്നൊക്കെ പറഞ്ഞ്. എന്നോട് ക്ഷമിക്കണം ഗൈസ്. എനിക്കാണെങ്കിൽ ഇത്രയും നാൾ വീഡിയോ ഇടാൻ പറ്റില്ല, പനി ആയിക്കൊണ്ട് തീരെ വയ്യാതായിപ്പോയി. പിന്നെ ഇന്നലെ ആണെങ്കിൽ ഞാൻ അങ്ങനെ കുറേ ബിസിയിലായിരുന്നു, സ്കൂളിലൊക്കെ പോകണമായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് അവധി കിട്ടുമ്പോഴേ ഇവന്മാരുടെ വാട്ടർ ചേഞ്ചും പിന്നെ നമുക്ക് ഇവന്മാർക്ക് ഇത് ഒക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ നാച്ചുറൽ ഇങ്ങനെ ഉള്ള പോണ്ടിൽ എയറേഷൻ ഒന്നും ഇല്ലാതാണ്. നമുക്ക് ഫിൽറ്റർ ഉണ്ടാക്കാൻ പറ്റുമോ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അതെങ്കിൽ നമ്മൾ എന്തായിരുന്നു വയറേഷനും അങ്ങനെയൊന്നും ഇല്ലാതെ ഓസും അങ്ങനെയുള്ള കാര്യങ്ങളും വെച്ച് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അത് ഒരു മിനിറ്റ് എന്തുണ്ട് നമ്മുടെ പിള്ളേർ അവിടെ ഒന്ന് നിന്ന് നോക്കുക, എന്തിനാണോ എന്നെ പിടിച്ചതെന്നും പറഞ്ഞു. എല്ലാവരും കമൻറ്റ് ചെയ്യണേ. എല്ലാവരും അടിച്ച് പൊട്ടിച്ച ഒരു കമൻറ്റും എല്ലാം. അപ്പം നമ്മുടെ പുതിയ വീഡിയോസായിട്ട് എല്ലാവരും ബെൽ ബട്ടനൊക്കെ അമർത്തി പിടിച്ച് അടിച്ച് പൊട്ടിച്ചേരും. അപ്പം അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ഹേയ് എയ്ഡൻ ദ യൂട്യൂബർ ചാനൽ ആൻഡ് ബൈ.